പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആൽബിച്ചൻ മുരിങ്ങയിൽ എന്ന് കേട്ടിട്ടുണ്ടോ? മറുനാടിൻ്റെ എല്ലാ വീഡിയോകളും കാണുന്നവർ കേൾക്കാതിരിക്കില്ല. ആൽബിച്ചൻ മുരിങ്ങയിൽ പാല എടപ്പാടി സ്വദേശിയായ ഒരു രസികൻ കഥാപാത്രമാണ്. യശശരീരനായ KM മാണി മരിച്ചപ്പോഴാണ് ആൽബിച്ചൻ്റെ പേര് നമ്മൾ ആദ്യം കേൾക്കുന്നത്. KM മാണിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇടത്തേക്ക് ആൽബിച്ചൻ കടന്നു ചെല്ലുകയാണ് വാഹനവുമായി. പോലീസ് തടഞ്ഞു. ഇതോടെ ആൽബിച്ചൻ പോലീസിനെ തെറിവിളിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തു. പക്ഷെ കണ്ടുനിന്ന നാട്ടുകാരും പോലീസും ചേർന്ന് ആൽബിച്ചനെ നേരിട്ടപ്പോൾ ജീവനും കൊണ്ട് ആൽബിച്ചൻ ഓടി. കുപ്രസിദ്ധമായ ഈ ഓട്ടത്തെക്കുറിച്ച് മറുനാടൻ ഒരു വാർത്ത കൊടുത്തു. ആൽബിച്ചനെ പരിഹസിച്ചുകൊണ്ട് മറുനാടൻ കൊടുത്ത ആ വാർത്ത ആൽബിച്ചൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്ത് ആഘോഷമാക്കി. അന്ന് RJD യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് താനെന്നാണ് ആൽബിച്ചൻ അവകാശപ്പെട്ടിരുന്നത്. പിന്നീട് ആൽബിച്ചൻ പുറത്താക്കപ്പെടുന്നു. പിന്നീട് ഇടയ്ക്കിടെ മറുനാടനിലേക്ക് ആൽബിച്ചൻ വിളിക്കും. എന്നിട്ട് പറയും, ഞാനൊരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, എനിക്കെതിരെ ഒരു വാർത്ത കൊടുക്കണമെന്ന്. വളരെ വിചിത്രമെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ആൽബിച്ചൻ്റെ പെരുമാറ്റം. ആൽബിച്ചന് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കൂടുതൽ ഇഷ്ടം. എന്ത് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്താലും ആൽബിച്ചൻ അത് ഷെയർ ചെയ്യും. ഈരാറ്റുപേട്ടയിൽ നിന്നും അധിക ദൂരമൊന്നുമില്ല എടപ്പാടിക്ക്. ഈരാറ്റുപേട്ടക്കാരെ മതം പറഞ്ഞ് തെറി വിളിക്കുന്നത് ആൽബിച്ചന് ഹരമായിരുന്നു. എന്നിട്ട് ഈ ഓഡിയോ ക്ലിപ്പ് ആൽബിച്ചൻ സോഷ്യൽ മീഡിയയിലിടും. ദ ക്രിസ്ത്യൻ ലീഗ് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തു. ആ പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. തനി വർഗീയത ആൽബിച്ചൻ അതിലൂടെ പറയാൻ തുടങ്ങി. കുറച്ച് തീവ്ര വർഗീയവാദികൾ ആൽബിച്ചന്റെ ആരാധകരുമായി. ആൽബിച്ചൻ തന്നെ തന്നെ വിളിക്കുന്നത് ആൽബിസാർ എന്നാണ്. അങ്ങനെ ആൽബിച്ചൻ പല വിചിത്ര പ്രവർത്തികളും നടത്തി. പേരെടുക്കുന്നതിനിടയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാനഡയിലെത്തുന്നു. അനധികൃത കുടിയേറ്റക്കാരനായി കള്ളവിസയിൽ ആൽബിച്ചൻ കാനഡയിൽ എത്തിയതായിരുന്നു. എന്നിട്ട് ആൽബിച്ചൻ കാനഡയിലെ തൻ്റെ പുതിയ ജീവിതത്തെക്കുറിച്ച് ആഡംബര കഥകളൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ആൽബിച്ചൻ അമേരിക്കയിലെത്തുന്നു. നിയമവിരുദ്ധമായി കാനഡയിൽ എത്തിയതിന് പിടികൂടപ്പെട്ടപ്പോൾ ആൽബിച്ചൻ അമേരിക്കയിലേക്ക് മുങ്ങിയതാണ്. മറ്റു പല അനധികൃത കുടിയേറ്റക്കാരെ പോലെ ആൽബിച്ചനും അതിര് കടന്ന് അമേരിക്കയിലെത്തി. അമേരിക്കയിലെത്തിയതോടെ ആൽബിച്ചന്റെ സ്വഭാവം അടിമുടി മാറി. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇന്ത്യക്കാരെയും തള്ളി പറഞ്ഞുകൊണ്ട് ആൽബിച്ചൻ അമേരിക്കൻ ഭക്തനായി. അമേരിക്ക എൻ്റെ രാജ്യമാണ്, ആ അമേരിക്കയ്ക്ക് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ആൽബിച്ചൻ ആവേശഭരിതനായി നിരന്തരം പോസ്റ്റുകൾ ഇട്ടു. അമേരിക്കൻ പട്ടാളത്തിൽ തനിക്ക് ജോലി കിട്ടി എന്നായിരുന്നു ആൽബിച്ചന്റെ ഒരു അവകാശവാദം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഇടപ്പാടിക്കാരുടെ അനുഗ്രഹാശംസകളോടെ ആൽബിച്ചൻ സാർ അമേരിക്കൻ മിലിറ്ററിയിലേക്ക്. ആൽബിച്ചൻ ഇന്ത്യ ചീത്ത വിളിച്ചുകൊണ്ടിട്ട മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: മാസം 5000 രൂപ മാത്രം ശമ്പളം തന്ന് പട്ടിപ്പണിയെടുപ്പിച്ച് ഊപിച്ച ഇന്ത്യ എന്ന തീട്ട രാജ്യത്തിലും വലുത് അമേരിക്ക തന്നെയാണ്. രാജ്യമായി ഇന്ത്യയിൽ മരിച്ചു ജീവിക്കുന്നതിലും നല്ലത് സായിപ്പിന്റെ നാട്ടിൽ അടിമപ്പണിയെടുത്ത് അന്തസ്സ ജീവിച്ചു മരിക്കുന്നത് തന്നെയാണ്. ജയ് അമേരിക്ക, ഇന്ത്യ തുലയട്ടെ, ഭാരത മൂവട്ടെ. ഇന്ത്യയിൽ ഗതികേട് കൊണ്ട് മാത്രം ജനിച്ചു പോയതിൽ ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തുന്നു. മേലാൽ ഒരുത്തനും ഇനി എന്നെ ഇന്ത്യക്കാരൻ എന്ന് വിളിച്ചു പോകരുത്. ഗതികേട് മൂലം രാജ്യത്ത് ജനിച്ചു എന്നുകൊണ്ട് മാത്രം ഞാൻ ഒരിക്കലും ഇന്ത്യനാവില്ല. ഇന്ത്യൻ പട്ടികളെ കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും ഞാൻ അമേരിക്കക്കാരൻ മാത്രമാണ്. അങ്ങനെ ഇന്ത്യൻ വിരോധം വിളമ്പുന്നതിനിടയിൽ ആൽബിച്ചൻ ഒരു അമേരിക്കക്കാരിയെ കല്യാണം കഴിച്ചു എന്ന് അവകാശപ്പെട്ട പോസ്റ്റ് ഇട്ടു. അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാവാം അങ്ങനെ ചെയ്തത്. 2025 എന്നെ സംബന്ധിച്ച് കുറെ നല്ല വർഷം തന്നെയായിരുന്നു. ഇടപ്പാടിക്കാരുടെ എന്നെ പറ്റിയുള്ള ആകുലതയും ഉത്കണ്ഠയും അകറ്റി അങ്ങനെ 30-ാം വയസ്സിൽ കുടുംബക്കാരുടെ വിവാഹശാപത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് മുരിങ്ങയിൽ ആൽബിച്ചൻ സാർ വിവാഹിതനായി. അതും വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള വെള്ളക്കാരി അമേരിക്കൻ മാതാമയെ തന്നെ പൊക്കിയെടുത്ത് കെട്ടിക്കൊണ്ട്. ഇത് പാവാട വിസയാണ്, സാരി വിസയാണ് എന്നൊന്നും പറഞ്ഞ് ഇവിടെ ആരും കരഞ്ഞു മൊഴിയൊന്നും വേണ്ട. ദ ട്രൂ ഡെഫിനിഷൻ ഓഫ് പാവാട വിസ ഇസ് 2000-2005 കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് നേഴ്സായി ഇംഗ്ലണ്ടിൽ പോയി പണിയെടുത്ത് നാട്ടിൽ അവധിക്ക് വരുന്ന മലയാള അച്ചായത്തിമാരെ മാത്രം തെരഞ്ഞു പിടിച്ചു നോക്കി കെട്ടി വിസ ഒപ്പിച്ച് അവിടെ പോകുന്നവരാണ്. നക്കി സാരി വിസ അച്ചായൻ അതിൽ എന്നെ പെടുത്തരുത്. വെറും $2000 മാത്രമായിട്ട് 2013 നവംബറിൽ അമേരിക്കൻ സ്റ്റുഡൻറ് വിസയിൽ വന്ന് രാജ്യമായി ഇന്ത്യ തള്ളി പറഞ്ഞ് അഭയാർത്ഥിയായി ഒന്നുമില്ലായ്മ നിന്ന് കെട്ടിപ്പടുത്തതാണ് ഈ കാണുന്നതെല്ലാം. അങ്ങനെ ഒരു വെള്ളക്കാരിയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു. വെള്ളക്കാരിയുടെ പടമൊന്നുമില്ല. ആവേശമൊത്ത് ആൽബിച്ചനിട്ട ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ പോസ്റ്റ് ഞെട്ടലോടുകൂടി മാത്രമേ കേൾക്കാൻ പറ്റൂ. 2025 ഓഗസ്റ്റ് 15, അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ആൽബിച്ചൻ തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി: പ്രതിജ്ഞ, ഇന്ത്യ എൻ്റെ രാജ്യമല്ല, ഒരു ഇന്ത്യക്കാരനും എൻ്റെ സഹോദരി സഹോദരന്മാരല്ല. ഞാൻ രാജ്യത്തെ വെറുക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവും അല്ലാത്ത അതിന് പാരമ്പര്യത്തിൽ ഞാൻ നാണിച്ച് തല താഴ്ത്തുന്നു. ഇന്ത്യ എൻ്റെ തന്തയുമല്ല തള്ളയുമല്ല, വെറും രാജ്യം മാത്രമാണ്. ഞാൻ രാജ്യത്തെ ഒരു നാട്ടുകാരൻ ഫ്യൂഡായുടെയും
മാസം 5000 രൂപ ശമ്പളം തടയില്ല, അത് വെച്ച് അവർ സൂചിച്ച് ജീവിക്കട്ടെ, ഇന്ത്യ തുലയട്ടെ, ഭാരതം. ഇങ്ങനെ ആവേശഭരിതനായി ആൽബിച്ചൻ അമേരിക്കയെ വാരിപ്പുണർന്ന് മദാമയെ കെട്ടി എന്ന് അവകാശപ്പെട്ട് ഇന്ത്യ തള്ളിപ്പറഞ്ഞ് നടക്കുന്നു. അതിനിടയിലും ചില കുസൃതികൾ ഒപ്പിക്കാറുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ SDP സ്ഥാനാർത്ഥിയായി താൻ ഈരാറ്റുപേട്ടയിൽ മത്സരിക്കുന്നു. SDP ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ചെയർമാൻ സ്ഥാനാർത്ഥി താനാണ് എന്ന് പറഞ്ഞ് പോസ്റ്റർ സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിച്ചു. അതിനെതിരെ SDP പരാതിപ്പെട്ടിരുന്നു. എന്തായാലും ട്രംപിന്റെ സ്വന്തം എന്ന് അവകാശപ്പെട്ട് ഇന്ത്യ വിരുദ്ധനായി അമേരിക്കയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആൽബിച്ചനെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഐസ് എന്ന ഏജൻസി, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജൻസി, നമുക്കറിയാം ട്രംപ് വന്നതിന് ശേഷം ഐസ് ഓടി നടന്ന് ആളുകളെ പിടിക്കുകയാണ്. പിടിച്ച് ജയിലിലടയ്ക്കും. പിന്നീട് ഏതെങ്കിലും ഒരു വിമാനത്തിൽ കൈകാലുകൾ കെട്ടി അവരവരുടെ രാജ്യത്തേക്ക് അയക്കും. ഇക്കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ആൽബിച്ചന്റെ ഒരു വിവരവുമില്ല എന്ന് വീട്ടുകാർ പറയാൻ തുടങ്ങി. ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിലും ആൽബിച്ചൻ സാർ ഇടുന്നില്ല. അതിന് ഗുട്ടൻസ് ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. ആൽബിച്ചനെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 25-ാം തീയതി അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പിടികൂടി ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്ന വിശദാംശങ്ങൾ പുറത്തു വന്നു. ഈ വിവരം കഴിഞ്ഞ് 2 ദിവസമായി പ്രചരിക്കുന്നുണ്ടെങ്കിലും വിശ്വാസമില്ലാത്തതുകൊണ്ട് കാത്തിരിക്കുന്ന ഒടുവിൽ US ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ പേജിൽ ഇങ്ങനെ അവർ എഴുതിയിരിക്കുന്നത് കണ്ടു. ഡിറ്റൻഷൻ ഇൻഫർമേഷൻ ഫോർ ആൽബിൻ മാത്യു, കൺട്രി ഓഫ് ബർത്ത് ഇന്ത്യ, കറന്റ് ഡിറ്റൻഷൻ ഫെസിലിറ്റി കാലിഫോർണിയ സിറ്റി ഇമിഗ്രേഷൻ പ്രോസസിംഗ് സെന്റർ 22-844 വിർജീനിയ ബൊളവാർഡ്, കാലിഫോർണിയ എന്ന് കൃത്യമായി അവർ എഴുതിയിരിക്കുന്നു. മാത്രമല്ല ഇതേക്കുറിച്ച് ഔദ്യോഗികമായ ഒരു കുറിപ്പും വന്നിട്ടുണ്ട്. സ്വീറ്റ് വാട്ടർ കൺട്രി അറസ്റ്റ് റിപ്പോർട്ട് ഫോർ ഫെബ്രുവരി 26, 2026. ഫെബ്രുവരി 26-ാം തീയതി സ്വീറ്റ് വാട്ടർ കൺട്രിയിൽ അറസ്റ്റ് ചെയ്ത വിശദാംശങ്ങളിൽ കുറേ അധികം പേര് കൊടുത്തിട്ടുണ്ട്. ഇർവിൻ റിക്കി കീറ്റ് 37 വയസ്സ്. അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മാത്യു ആൽബിനാണ്, ഏജ് 31. ബുക്കിംഗ് ടൈപ്പ് ഐസ് ഹോൾഡ്. ബുക്കിംഗ് ഡേറ്റ് 2026 ഫെബ്രുവരി 25. അറസ്റ്റിംഗ് ഏജൻസി ഐസ്. കുറേ അധികം ആളുകളുടെ പേരുണ്ട്. എന്തായാലും ഈ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആൽബിച്ചൻ ഇപ്പോൾ അമേരിക്കയിലെ ജയിലിലാണ്. ഒരു വിമാനത്തിൽ കയറ്റിവിടാനുള്ള ഇന്ത്യക്കാരുടെ എണ്ണം തികയുന്നതുവരെ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. അവിടെ നിന്ന് കൈകാലുകൾ ബന്ധിച്ച് ഇന്ത്യയിലേക്ക് കടത്തിവിടും. ആൽബിച്ചൻ ഇന്ത്യയിലെത്തിയാൽ അപ്പോൾ തന്നെ പൊക്കി ജയിലിലിടാൻ കാത്തിരിക്കുകയാണ് NIA. അത്ര ശക്തമായ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളാണ് ആൽബിച്ചൻ നടത്തിയിരുന്നത്. ആൽബിച്ചൻ എത്തിയാലുടൻ തന്നെ തിഹാർ ജയിലിൽ ഒരു സെല്ലിൽ ഇടം ശരിയാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ.